ലല്ലൂസ് വേൾഡിൻ്റെ ബെസ്റ്റ് ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഫോട്ടോകെമിക്കൽ സ്മോഗ്, ആസിഡ് റെയിൻ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. So coming to photochemical smog, it is a mixture of pollutants that are formed when nitrogen oxides and volatile organic compounds react to sunlight. അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നൈട്രജൻ ഓക്സൈഡ്സും ഹൈഡ്രോകാർബൺസ് പോലുള്ള വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന പൊള്യൂട്ടൻസിനെയാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ എമംഗ് oxides of nitrogen, hydrocarbons and oxygen. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെയും ഹൈഡ്രോകാർബൺസിൻ്റെയും ഓക്സിജനും ഫോട്ടോകെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹൈലി ഓക്സിഡൈസിങ് പൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയർ കംപ്രൈസിങ് ഓസോൺ, നൈട്രജൻ ഡയോക്സൈഡ്, hydrogen peroxide, organic peroxides, peroxy acetyl nitrate and peroxy benzoyl nitrate. പിന്നെ ഈ സ്മോഗിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓസോൺ, നൈട്രജൻ ഡയോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓർഗാനിക് പെറോക്സൈഡ്സ്, പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ്, പെറോക്സി ബെൻസോയിൽ നൈട്രേറ്റ് എക്സെട്ര. ദെൻ ദിസ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് എ ഓക്സിഡൈസിങ് സ്മോഗ് ഹാവിങ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൻസ്. ഇതിൽ ഓക്സിഡൻസിൻ്റെ അളവ് ഇത്തിരി കൂടുതലാണ്. ഇറ്റ്സ് മോസ്റ്റ് പ്രോമിനൻറ്റ് ഡ്യൂറിങ് മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ. മോർണിംഗിലും ആഫ്റ്റർനൂണിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ലൊക്കാലിറ്റീസ് ലൈക്ക് ലോസ് ഏഞ്ചൽസ്, ഡെൻവർ, സിഡ്നി, മെക്സിക്കോ എക്സെട്ര. ഇത് ലോസ് ഏഞ്ചൽസ്, ഡെൻവർ, സിഡ്നി, മെക്സിക്കോ പോലുള്ള ഡെൻസ്ലി പോപ്പുലേറ്റഡ് ലൊക്കാലിറ്റീസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ക്യാരക്ടറൈസ്ഡ് by brown hazy fumes which irritates the eyes and lungs, cause cracking of rubber and damage of plant life. അതായത് ഇത് ഒരു മുടൽ മഞ്ഞ് പോലെയാണ് കാണുന്നത്. അതുപോലെ ഇത് ഐസിനെ, ലങ്സിനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യും. അതുപോലെ റബ്ബർ ക്രാക്കിംഗ് ഉണ്ടാക്കും. അതുപോലെ പ്ലാന്റ് ലൈഫിനും ഇത് ഡാമേജ് ഉണ്ടാക്കും. ദെൻ formation of oxidants, particularly ozone, which exceeds 0.15 ppm for more than an hour in atmosphere, indicates photochemical smoke formation. അതായത് അറ്റ്മോസ്ഫിയറിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ ഓസോണിൻ്റെ ലെവല് 0.15 ppm ഹയർ, അതിനേക്കാളും ഹയറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഫോം ചെയ്തു എന്ന് പറയാം. നെക്സ്റ്റ്, ഓക്സിഡൈസിങ് സ്മോഗ് ആൻഡ് റെഡ്യൂസിങ് സ്മോഗ്. During 1940s in Los Angeles, USA, smog is primarily the result of pollution by domestic fires and exhaust from motor vehicles. അതായത് 1940s ലോസ് ഏഞ്ചൽസിൽ, അതായത് USA ലോസ് ഏഞ്ചൽസിൽ സ്മോഗ് എന്ന് പറഞ്ഞിരുന്നത് മോട്ടോർ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന എക്സോസ്റ്റും അതുപോലെ ഡൊമസ്റ്റിക് ഫയേഴ്സും കാരണം ഉണ്ടാകുന്ന പൊല്യൂഷനായിരുന്നു സ്മോഗ് എന്ന് പറഞ്ഞിരുന്നത്. ദെൻ ഡ്യൂറിങ് 1950s they found that smog is the oxidizing mixture of oxides of nitrogen and hydrocarbons emitted from fumes and exhaust of automobiles in the presence of UV radiation of sunlight. Then 1950s അവർ മനസ്സിലാക്കിയത് സ്മോഗ് എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഓട്ടോമൊബൈൽ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഹൈഡ്രോകാർബൺസും അതുപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനുടെയും ഓക്സിഡൈസിങ് മിക്സ്ചറാണ് സ്മോഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the word smog is coined from two words, smoke and fog, which is characterized by air pollution in London where sulfur rich coal was used. അതായത് സ്മോക്ക് എന്ന് പറയുന്ന ടേം വന്നത് സ്മോക്ക് അതുപോലെ ഫോഗ് എന്ന് പറയുന്ന രണ്ട് ടേംസിൽ നിന്നാണ്. അതായത് 1952 ലണ്ടനിൽ ഒരു എയർ പൊല്യൂഷൻ ഇൻസിഡൻറ്റ് നടന്നു. ആ ഇൻസിഡൻറ്റിൽ പോപ്പുലറായ രണ്ട് ടേംസ് ആയിരുന്നു ഈ സ്മോക്കും ഫോഗും എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ആ എയർ പൊല്യൂഷൻ ഇൻസിഡൻറ്റിൽ പൊള്യൂട്ടൻസിൽ കൂടുതലും സൾഫർ ഡയോക്സൈഡ് ആയിരുന്നു. കാരണം അവരവിടെ യൂസ് ചെയ്ത കോൾ എന്ന് പറയുന്നത് സൾഫർ റിച്ച് കോമ്പൗണ്ട്സ് ആയിരുന്നു. അപ്പം പൊള്യൂട്ടൻസിൽ കൂടുതലും എന്തായിരുന്നു? സൾഫർ ഡയോക്സൈഡ് ആയിരുന്നു. അപ്പം ഈ ഒരു രണ്ട് കാര്യം, അതായത് ലോസ് ഏഞ്ചൽസിൽ നടന്നതും അതുപോലെ UK നടന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് സ്മോഗ് പറയാൻ പറ്റും. അതായത് UK സ്മോഗ് ആൻഡ് ലോസ് ഏഞ്ചൽസ് സ്മോഗ്. So UK smog or classical smog or reducing smog contains mixture of reducing pollutants, and Los Angeles smog or oxidizing smog or photochemical smog contains mixture of oxidizing pollutants.
അതായത് UK സ്മോഗിനെ നമുക്ക് ക്ലാസിക്കൽ സ്മോഗ് എന്നും റെഡ്യൂസിങ് സ്മോഗ് എന്നും പറയാം. അതിൽ കൂടുതലും എന്താണ് റെഡ്യൂസിങ് പൊല്യൂട്ടൻസ് ആണ്. അതേസമയം ലോസ് ഏഞ്ചൽസ് സ്മോഗ് അതിനെ നമുക്ക് എന്തൊക്കെ പറയാം? ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് പറയാം, ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയാം. അതിൽ കൂടുതലും എന്താണ് ഓക്സിഡൈസിങ് പൊല്യൂട്ടൻസ് ആണ്. Then the term smog was coined by H.A. Deshwas in 1905. ഈ സ്മോഗ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് H.A. Deshwas ആണ് 1905. If olefin and oxides of nitrogen are present in air, peroxybenzoyl nitrate is produced in photochemical smog. അതായത് എയറിൽ ഒലിഫിൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഒക്കെ പ്രസൻ്റ് ആണെങ്കിൽ ഫോട്ടോകെമിക്കൽ സ്മോഗിൽ പെറോക്സിബെൻസോയിൽ നൈട്രേറ്റ് എന്ന കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. Then nitrogen dioxide, ozone and pan are called photochemical oxidants because they can react and oxidize certain compounds in the atmosphere or within a person's lungs that are not normally oxidized. അതായത് നൈട്രജൻ ഡയോക്സൈഡ്, ഓസോൺ, പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ് എന്നിവയൊക്കെ ഫോട്ടോകെമിക്കൽ ഓക്സിഡൻസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഈ ഫോട്ടോകെമിക്കൽ ഓക്സിഡൻസ് അറ്റ്മോസ്ഫിയറിലെ ചില കോമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്യും. അതുപോലെ ഇത് ഇൻഹെയിൽ ചെയ്ത് നമ്മുടെ ലങ്സിൽ എത്തുകയാണെങ്കിൽ അവിടെ നോർമലി ഓക്സിഡൈസ് ചെയ്യാത്ത കോമ്പൗണ്ട്സിനെയും ഈ ഫോട്ടോകെമിക്കൽ ഓക്സിഡൻസ് ഓക്സിഡൈസ് ചെയ്യും. അടുത്തത് ഈ സ്മോഗ് ഫോം ചെയ്യുന്നതും അതുപോലെ പാൻ ഫോം ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് JSA എക്സാമിന് കെമിസ്ട്രിയും അതുപോലെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് കൂടെ നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ദി റിയാക്റ്റീവ് ഹൈഡ്രോകാർബൺസ് ഫ്രം ഓട്ടോ എക്സോസ്റ്റ് interact with ozone in the atmosphere to form a hydrocarbon free radical RCH2, and this RCH2 hydrocarbon free radical reacts with oxygen to form another free radical RCH2O2. Then this RCH2O2 reacts with nitric oxide to produce nitrogen dioxide and the free radical RCH2O. This new free radical RCH2O reacts with oxygen to form a stable aldehyde RCHO and a hydroperoxyl radical HO2. This hydroperoxyl radical reacts with another molecule of NO to give nitrogen dioxide and OH radical. This OH radical is highly reactive, and this OH radical reacts with a stable hydrocarbon RCH3 to form water and regenerate the hydrocarbon free radical RCH2, thereby completing the cycle. The cycle goes on as a chain reaction. അതായത് ഇവിടെ പറയുന്നത് ഓട്ടോ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന റിയാക്റ്റീവ് ഹൈഡ്രോകാർബൺ അറ്റ്മോസ്ഫിയറിൽ ഓസോണായിട്ട് റിയാക്ട് ചെയ്ത് RCH2 എന്നൊരു ഫ്രീ റേഡിക്കൽ ഫോം ചെയ്യും. എഗെയിൻ ദിസ് RCH2 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് RCH2O2 എന്നൊരു ഫ്രീ റേഡിക്കൽ ഫോം ചെയ്യും. ദിസ് RCH2O2 നൈട്രിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് RCH2O എന്നൊരു ഫ്രീ റേഡിക്കലും അതുപോലെ നൈട്രജൻ ഡയോക്സൈഡും ഫോം ചെയ്യും. ദെൻ ഈ RCH2O വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് HO2 അതായത് ഹൈഡ്രോ പെറോക്സിൽ റേഡിക്കൽ എന്നൊരു റേഡിക്കൽ ഫോം ചെയ്യും. അതുപോലെ ഒരു സ്റ്റേബിൾ ആൽഡിഹൈഡും ഫോം ചെയ്യും. ദെൻ ഈ ഹൈഡ്രോ പെറോക്സിൽ റേഡിക്കൽ അതായത് HO2 NO ആയിട്ട് റിയാക്ട് ചെയ്ത് ഒരു OH റേഡിക്കലും അതുപോലെ NO2ഉം ഫോം ചെയ്യും. ദെൻ ഈ OH ഫ്രീ റേഡിക്കൽ ഒരു സ്റ്റേബിൾ ഹൈഡ്രോകാർബൺ അതായത് RCH3 ആയിട്ട് റിയാക്ട് ചെയ്ത് RCH2 എന്നൊരു ഫ്രീ റേഡിക്കൽ വീണ്ടും റീജനറേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതൊരു ചെയിൻ റിയാക്ഷനായിട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ നടക്കുമ്പോഴത്തേക്കും 2 മോളിക്യൂൾസ് ഓഫ് NO2 അതുപോലെ 1 മോളിക്യൂൾ ഓഫ് ആൽഡിഹൈഡ് അതുപോലെ ഒരു ഫ്രീ റേഡിക്കൽ RCH2 ഇത്രയാണ് ഫോം ചെയ്യുന്നത്. അടുത്തത് പാൻ എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് പെറോക്സി അസൈൽ നൈട്രേറ്റിൻ്റെ ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. The stable aldehyde formed from the above reaction reacts with OH radical to form acyl radical. This acyl radical reacts with oxygen to form peroxyacyl radical, and this peroxyacyl radical again reacts with nitrogen dioxide to form peroxyacyl nitrate, that is PAN. അതായത് നേരത്തെ പറഞ്ഞ റിയാക്ഷനിൽ നിന്ന് ഫോം ചെയ്ത ആൽഡിഹൈഡ് ഒരു OH റേഡിക്കലുമായിട്ട് റിയാക്ട് ചെയ്ത് അസൈൽ റേഡിക്കൽ ഫോം ചെയ്യും.
എന്നിട്ട് ഈ അസൈഡ് റേഡിക്കൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് പെറോക്സി അസൈഡ് റേഡിക്കൽ ഫോം ചെയ്യും. എഗെയിൻ ഈ പെറോക്സി അസൈഡ് റേഡിക്കൽ NO2 ആയിട്ട് റിയാക്ട് ചെയ്ത് പെറോക്സി അസൈഡ് നൈട്രേറ്റ് ദാറ്റ് ഈസ് പാൻ ഫോം ചെയ്യും. അടുത്തത് ഫോട്ടോകെമിക്കൽ സ്മോഗ് കാരണം ഉണ്ടാകുന്ന ഹാർംഫുൾ എഫക്ട്സിനെ കുറിച്ച് നോക്കാം. പെറോക്സി അസൈൽ നൈട്രേറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പൊട്ടൻറ്റ് ഐ ഇറിറ്റൻറ്റ്സ് ഫൗണ്ട് ഇൻ സ്മോഗ്. സ്മോഗിൽ കാണുന്ന ഒരു പൊട്ടൻ്റ് ആയിട്ടുള്ള ഐ ഇറിറ്റൻ്റ് ആണ് പെറോക്സി അസൈൽ നൈട്രേറ്റ് അല്ലെങ്കിൽ പാൻ എന്ന് പറയുന്നത്. പെറോക്സി ബെൻസോയിൽ നൈട്രേറ്റ് ഈസ് എ സ്ട്രോങ് ഐ ഇറിറ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് 100 times more powerful than പാൻ ആൻഡ് 200 times than that of ഫോർമാൽഡിഹൈഡ്. ഞാൻ പറഞ്ഞു പെറോക്സി ബെൻസോയിൽ നൈട്രേറ്റും സ്മോഗിൽ കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഒരു സ്ട്രോങ് ഐ ഇറിറ്റൻ്റ് ആണ്. ഇത് പക്ഷേ 100 times മോർ പവർഫുൾ ദാൻ പാൻ ആണ്. അതുപോലെ 200 times മോർ ദാൻ ദാറ്റ് ഓഫ് ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐ ഇറിറ്റൻ്റ് ആണ് ഈ പെറോക്സി ബെൻസോയിൽ നൈട്രേറ്റ് എന്ന് പറയുന്നത്. ദെൻ ദിസ് അഫക്റ്റ് പ്ലാന്റ്സ്, ഹ്യൂമൻസ് ആൻഡ് മെറ്റീരിയൽസ്. പ്ലാന്റ്സിനെയും ഹ്യൂമൻസിനെയും മെറ്റീരിയൽസിനെയും ഒരുപോലെ ഇത് അഫക്റ്റ് ചെയ്യും. ദെൻ ഇറ്റ് കോസസ് ഡിസീസസ് ലൈക്ക് ആസ്മ, ബ്രോങ്കൈറ്റിസ്, എഫിസീമ. അതായത് ആസ്മ, ബ്രോങ്കൈറ്റിസ്, എഫിസീമ പോലെയുള്ള ഡിസീസസ് എല്ലാം ഇത് കോസ് ചെയ്യും. എഫിസീമ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ബ്രേക്ക് ഡൗൺ ഓഫ് ആൽവിയോളൈ ഓഫ് ലങ്സ്. ദെൻ സ്മോക്ക് ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ലൈക്ക് ഫോഗ്, മിസ്റ്റ്, ഡസ്റ്റ്, സൂട്ട് റെഡ്യൂസ് ദ വിസിബിലിറ്റി, ഡാമേജ് ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്, കൊറോഷൻ ഓഫ് മെറ്റൽസ്, സ്റ്റോൺസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, പെയിൻറ്റഡ് സർഫസസ് എക്സെട്ര. അതായത് ഈ സ്മോക്കും അതുപോലെയുള്ള ഈ പെർട്ടിക്കുലർ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ വിസിബിലിറ്റീനെ കുറയ്ക്കും. അതുപോലെ ക്രോപ്സിനെയും ലൈഫ് സ്റ്റോക്കിനെയൊക്കെ ഡാമേജ് ചെയ്യും. അതുപോലെ മെറ്റൽസ്, സ്റ്റോൺസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, പെയിൻറ്റഡ് സർഫസ് ഇതിൻ്റെ എല്ലാം കൊറോഷനും കാരണമാകും. സൂട്ട് എന്ന് പറയുന്നത് ഫ്യൂവൽ കമ്പഷനിൽ ഉണ്ടാകുന്ന ഒരു റെസിഡ്യൂവിനെ ആണ് സൂട്ട് എന്ന് പറയുന്നത്. Then ozone and pan are secondary pollutants and their control depends on the control of their primary precursors, hydrocarbons and nitrogen oxides. അതായത് ഈ പറഞ്ഞ ഇതിൽ ഈ സ്മോഗിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയും സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ നമുക്കിതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് ആയ ഹൈഡ്രോകാർബൺസ്, നൈട്രജൻ ഓക്സൈഡ്സ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡറി പൊല്യൂട്ടൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ആസിഡ് റെയിൻ എന്താണെന്ന് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് ഓഫ് എയർ ഇൻക്ലൂഡ്സ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിലെ ഗേഷ്യസ് പൊല്യൂട്ടൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ് സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡ്സ്. ദേ ആർ ഫോംഡ് ഫ്രം ദ കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽ, സ്മെൽറ്റേഴ്സ്, പവർ പ്ലാന്റ്സ്, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, ഡൊമസ്റ്റിക് ഫയേഴ്സ് എക്സെട്ര. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോസിൽ ഫ്യൂവൽസിൻ്റെ കമ്പഷൻ കാരണവും അതുപോലെ സ്മെൽറ്റേഴ്സ്, പവർ പ്ലാന്റ്സ്, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, ഡൊമസ്റ്റിക് ഫയേഴ്സ് എന്നൊക്കെയാണ്. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഫോർ പവർ ജനറേഷൻ കോൺട്രിബ്യൂട്ട്സ് 60 to 70% ഓഫ് ടോട്ടൽ സൾഫർ ഡയോക്സൈഡ് എമിറ്റഡ് ഗ്ലോബലി എമിറ്റ് ചെയ്യുന്ന സൾഫർ ഡയോക്സൈഡിൽ 60 to 70% എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസിൻ്റെ കമ്പഷൻ കാരണം ഉണ്ടാകുന്നതാണ്. Emission of NOx from anthropogenic sources ranges between 20 to 90 million tons annually over the globe. ആന്ത്രോപ്പോജനിക് സോഴ്സസ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് സോഴ്സസ് ആണ്. ഈ മാൻമെയ്ഡ് സോഴ്സസിൽ നിന്ന് വരുന്ന NOx എന്ന് പറയുന്നത് ഏകദേശം 20 to 90 million tons ആണ്. These oxides seep into atmosphere and can travel thousands of kilometers. The longer they stay in the atmosphere, the more likely they are to be oxidized into acids. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലോട്ട് എമിറ്റ് ചെയ്യുന്ന ഓക്സൈഡ്സിന് ഒരുപാട് ദൂരം അത് സഞ്ചരിക്കും. അങ്ങനെ എത്രത്തോളം അതിന് അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ അത്രയും അത് ആസിഡ്സ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. The two important acids are sulfuric acid and nitric acid, which dissolve in the water in the atmosphere and fall to the ground as acid rain or remain in the atmosphere in clouds or fog. അതായത് ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ആസിഡ്സ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുമെന്ന്. അങ്ങനെ ആസിഡ് ആവുന്നതിൽ പ്രധാനപ്പെട്ട ആസിഡ്സ് ആണ് സൾഫൂറിക് ആസിഡും നൈട്രിക് ആസിഡും. ദേ ഡിസോൾവ് ഇൻ ദ വാട്ടർ. അറ്റ്മോസ്ഫിയറിലെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് അത് ഗ്രൗണ്ടിലോട്ട് ആസിഡ് റെയിനായിട്ട് വരും. അല്ലെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിൽ തന്നെ കാണും. ക്ലൗഡ്സിലോ ഫോഗിലോ അറ്റ്മോസ്ഫിയറിൽ തന്നെ കാണപ്പെടും. സോ ബൈ ഡെഫിനിഷൻ വി ക്യാൻ സേ acid rain or acid deposition is a broad term that includes any form of precipitation with acidic components such as sulfuric or nitric acid
that fall to the ground from the atmosphere in wet or dry forms. They include rain, snow, fog, hail or even dust that is acidic. ഇതിനകത്ത് അസിഡിക് ആയിട്ടുള്ള റെയിൻ വരും, സ്നോ, ഫോഗ്, ഹെയിൽ എന്ന് പറഞ്ഞാൽ കൽമഴ എന്നൊക്കെ പറയില്ലേ, അതാണ് ഹെയിൽ, ഓർ ഈവൻ ഡസ്റ്റ്. പിന്നെ ഈ ഡെഫിനേഷനിൽ പറയുന്ന വെറ്റ് ഓർ ഡ്രൈ ഫോംസ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇടയ്ക്കൊരു എക്സാമിന് കണ്ടു ആസിഡ് റെയിൻ താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ള രീതിയിൽ കണ്ടു. എൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു: വെറ്റ് ഫോം, ഡ്രൈ ഫോം, വെറ്റ് ആൻഡ് ഡ്രൈ ഫോം, നൺ ഓഫ് ദ എബോവ്. നമുക്ക് കാണുമ്പോൾ ആസിഡ് റെയിൻ വെറ്റാണെന്ന് തോന്നും, പക്ഷേ വെറ്റ് ആൻഡ് ഡ്രൈ ഫോം ആയിരുന്നു കറക്റ്റ് ആൻസർ. Then acid rain results when sulfur dioxide and nitrogen oxides are emitted into the atmosphere and are transported by wind and air currents. The sulfur dioxide and NOx react with water, oxygen and other chemicals to form sulfuric and nitric acids. These then mix with water and other materials before falling to the ground. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡ്സും അറ്റ്മോസ്ഫിയറിലോട്ട് എമിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ വിൻഡ്, എയർ കറൻസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ഓക്സൈഡ്സ് പിന്നീട് വാട്ടർ, ഓക്സിജൻ, കെമിക്കൽസൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് സൾഫറിക് ആസിഡും നൈട്രിക് ആസിഡും ഫോം ചെയ്യും. ഇത് വീണ്ടും ഈ ആസിഡ്സ് വാട്ടറായിട്ടും അതർ മെറ്റീരിയൽസ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ആസിഡ് റെയിൻ ആയിട്ട് ഗ്രൗണ്ടിലോട്ട് വരും, അല്ലെങ്കിൽ ക്ലൗഡ്സിലും ഫോഗിലൊക്കെ ഇത് കാണപ്പെടും. അടുത്ത് പറയുന്നത് ഇതിൽ 60 to 70 ഈ ആസിഡ് റെയിനിൽ 60 to 70% അസിഡിറ്റി ഉണ്ടാക്കുന്നത് സൾഫറിക് ആസിഡും 30 to 40% അസിഡിറ്റി ഉണ്ടാക്കുന്നത് നൈട്രിക് ആസിഡുമാണ്. അപ്പോൾ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് സൾഫറിക് ആസിഡാണ്. ദെൻ ദിസ് ആസിഡ് റെയിൻ ഈസ് നൗ എ ഗ്ലോബൽ എക്കോളജിക്കൽ പ്രോബ്ലം. അതായത് ഇപ്പോൾ ഇതൊരു ഗ്ലോബൽ എക്കോളജിക്കൽ പ്രോബ്ലമാണ്. കാരണം ഈ ഓക്സൈഡ്സ് ഒരുപാട് ദൂരം സഞ്ചരിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസിന് കാരണമാകും. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് മോർ ഹസാർഡസ് പ്രോഡക്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ദിസ് ആസിഡ് റെയിൻ ഇൻക്രീസ് സോയിൽ അസിഡിറ്റി, ദസ് അഫക്റ്റിംഗ് ലാൻഡ് ഫ്ലോറ ആൻഡ് ഫോണ, കോസ് അസിഡിഫിക്കേഷൻ ഓഫ് ലേക്സ് ആൻഡ് സ്ട്രീംസ്, ദസ് അഫക്റ്റിംഗ് അക്വാട്ടിക് ലൈഫ്, അഫക്ട്സ് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. പിന്നെ ഇതിൻ്റെ ഹാർംഫുൾ എഫക്ട്സിനെ കുറിച്ച് പറയുന്നതാണ്. സോയിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും, അങ്ങനെ ലാൻഡിലുള്ള പ്ലാന്റ്സ്, അനിമൽസിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. അതുപോലെ അസിഡിഫിക്കേഷൻ ഉണ്ടാക്കും, അസിഡിഫിക്കേഷൻ ഓഫ് ലേക്സ് ആൻഡ് സ്ട്രീംസ്. അപ്പോൾ അക്വാട്ടിക് ലൈഫിനെ അഫക്റ്റ് ചെയ്യും, ക്രോപ്പ് പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ ഹ്യൂമൻ ഹെൽത്തിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. ദെൻ due to acidity, levels of heavy metals in water, heavy metals such as aluminum, manganese, zinc, cadmium, lead, copper etc. in water increases beyond the safe limits. ഈ അസിഡിറ്റി കാരണം വാട്ടറിലുള്ള ഹെവി മെറ്റൽസ് അതിൻ്റെ ഒരു സേഫ് ലിമിറ്റിനെ കാരണം ഹയർ ലെവലിൽ അത് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്ത ആസിഡ് റെയിനിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. ഇതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നൈട്രിക് ഓക്സൈഡ് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും ഫോം ചെയ്യും. അടുത്ത റിയാക്ഷനിൽ ഈ നൈട്രജൻ ഡയോക്സൈഡ് ഓസോണുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്ത് നൈട്രജൻ ട്രൈ ഓക്സൈഡും ഓക്സിജനും ഫോം ചെയ്യും. ദെൻ നൈട്രജൻ ഡയോക്സൈഡും നൈട്രജൻ ട്രൈ ഓക്സൈഡും റിയാക്ട് ചെയ്ത് ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ് ഫോം ചെയ്യും. ഈ ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. ഇതാണ് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നതിലുള്ള റിയാക്ഷൻസ്. നെക്സ്റ്റ് സൾഫ്യൂറിക് ആസിഡിൻ്റെ റിയാക്ഷൻസ് ആണ്. സൾഫ്യൂറിക് ആസിഡ് രണ്ട് രീതിയിൽ ഫോം ചെയ്യും. ഫസ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് സൾഫർ ഡയോക്സൈഡും ഓസോണിൻ്റെ കൂടെ റിയാക്ട് ചെയ്ത് സൾഫർ ട്രയോക്സൈഡും ഓക്സിജനും ഫോം ചെയ്യും. ഈ സൾഫർ ട്രയോക്സൈഡും ഓക്സിജനും വാട്ടറിൻ്റെ പ്രസൻസിൽ സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യും. ദെൻ എഗെയിൻ ഈ സൾഫ്യൂറിക് ആസിഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ട്രോപ്ലെറ്റ് ആയിട്ട് ഫോം ചെയ്യും. അതായത് ഈ H2SO4 ദ ഹോൾ എന്ന് പറയുന്ന ട്രോപ്ലെറ്റ് ആണ്. അടുത്ത റിയാക്ഷനിൽ സൾഫർ ഡയോക്സൈഡ് വാട്ടറിൻ്റെ പ്രസൻസിൽ പാർഷ്യലി ഓക്സിഡൈസ് ചെയ്ത് സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യും. സൾഫർ ഡയോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ പാർഷ്യലി ഓക്സിഡൈസ്ഡ് ടു ഫോം സൾഫ്യൂറിക് ആസിഡ്. ഈ സെക്കൻഡ് വരുന്ന റിയാക്ഷൻ്റെ ഓക്സിഡേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലെ ഹൈഡ്രോ കാർബൺസും അതുപോലെ തന്നെ NOxും ആണ്. അതുപോലെ ഈ സെക്കൻഡ് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് സൂട്ട് പാർട്ടിക്കിൾസ്, അതുപോലെ വാട്ടർ ടോപ്ലെറ്റ്സിലുള്ള മാംഗനീസ്, അയൺ, നിക്കൽ, കോപ്പർ ഇതൊക്കെയാണ്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ കോസ് ഡാമേജ് ടു ബിൽഡിംഗ് ആൻഡ് സ്കൾപ്ചറൽ മെറ്റീരിയൽസ് ഓഫ് മാർബിൾ, ലൈംസ്റ്റോൺ, സ്ലേറ്റ് എക്സെട്ര.
The materials are pitted and weakened as the soluble sulfates are leached out by rainwater. അതായത് ഈ ആസിഡ് റെയിൻ ബിൽഡിങ്സിൽ ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ മാർബിൾ, ലൈംസ്റ്റോൺ, സ്ലേറ്റ് പോലുള്ള സ്കൾപ്ചറൽ മെറ്റീരിയൽസിലും ഇത് ഡാമേജ് ഉണ്ടാക്കും. മെറ്റീരിയൽസിൽ ഡോട്ട് പോലെ വീണിട്ട് അതിൻ്റെ ആ ഒരു മെറ്റീരിയലിനെ ഇത് വീക്കൻ ചെയ്യും. അങ്ങനെ വീക്കൻ ചെയ്യാനുണ്ടാകുന്ന കാരണം മാർബിൾ സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത്, അതായത് ആസിഡ് റെയിനിൽ സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഈ സൾഫേറ്റ്സ് ആണ് ഈ മെറ്റീരിയൽസിനെ വീക്കൻ ചെയ്യുന്നത്. അതിന് ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് താജ്മഹലാണ്. താജ്മഹലിൽ ആസിഡ് റെയിൻ കാരണം നടക്കുന്ന കൊറോഷനെ മാർബിൾ ക്യാൻസർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വേഗം കാണാം. താങ്ക് യു.